വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന പോലെ തന്നെ ഇസ്രയേലിൻ്റെ IDF ഫോഴ്സ് ലിറ്റാനി റിവറും കഴിഞ്ഞ് ലെബനാൻ്റെ ഏകദേശം സിറിയ ബോർഡർ അടുപ്പിച്ച് ഒരു മിഡിൽ റേഞ്ചായിട്ട് വരുന്ന ആ സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. അവിടെ അവർ ട്രൂപ്പായിട്ട് ഇരുന്ന് എടുക്കുന്ന ഒരു ഫോട്ടോ പിക്ചറാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നവർ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വിക്ടറിയുടെ ഒരു സൂചനയായിട്ടാണ് അവരിത് പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം തികച്ചും സീസ് ഫയറുമായിട്ടുള്ള ഡിസ്കഷൻ ഇസ്രയേലിന്റെ ഉള്ളിൽ ഇസ്രയേൽ പാർലമെന്റിൽ എമർജൻസി മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. കാരണം അതിൽ പല മിനിസ്റ്റേഴ്സിനും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. കാരണം ഇപ്പം ഹിസ്ബുള്ള ലാസ്റ്റ് ഫേസ് എന്നുള്ള നിലയിൽ കുറേ റോക്കറ്റുകൾ വിടുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ രാത്രിയിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറേ ഡാമേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിന്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. എന്നാലും ഇപ്പം ലൈഫ് ത്രെട്ട് ഇല്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇസ്രയേൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം തന്നെ പിന്നെ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയി 20 സ്ഥലങ്ങളിൽ ബെയ്റൂത്തിൽ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. തുടരെ ഒരു പ്രീ അനൗൺസ്മെന്റ് ഒന്നുമില്ല. 20 സ്ഥലങ്ങളിൽ തുടരെ ഈ റാക്കറ്റ് അറ്റാക്കിന് പ്രതികാരം ചെയ്യുന്ന പോലെയാണ് പോയി അറ്റാക്ക് ചെയ്തത്. അപ്പൊ അത് 20 സ്ഥലങ്ങൾ പൊട്ടിച്ച് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്കും സീസ് ഫയറിനോട് യാതൊരുവിധ താല്പര്യമില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഈ ഒരു സീസ് ഫയർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഹോസ്റ്റേജസ് അഥവാ ബന്ദികളെ കുറിച്ച് യാതൊരു വിധത്തിലും ഒരു പരാമർശങ്ങളും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു ചോദ്യചിഹ്നമായിട്ട് പല മിനിസ്റ്റേഴ്സും ഇസ്രായേലിന്റെ പാർലമെന്റിനുള്ളിൽ ഉയർത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ സീസ് ഫയർ നടക്കുമ്പോഴും എപ്പോഴും ഈ ഒരു ഫാമിലി മെമ്പേഴ്സ്, ഈ ബന്ദികളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാത്ത രീതിയിലുള്ള ഒരു സീസ് ഫയർ കോൺട്രാക്ട്. അപ്പൊ ഇതില് ഈ പാർലമെന്റ് എമർജൻസി ആയിട്ട് കൂടുന്നത് ഒരുപക്ഷെ ഈ ബന്ദികൾക്കുള്ള ഒരു നിബന്ധന കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സംശയവും പ്രകടമായി വരുന്നുണ്ട്. പിന്നെ ഈ സീസ് ഫയറിനെ കുറിച്ചുള്ള ഈ ഡ്രാഫ്റ്റ് ഓൾറെഡി ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ട്രാൻസിഷൻ പീരീഡിൽ ഇരിക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ട്രംപുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇത് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ട്രംപ് ഇത് ഫേവറബിൾ ആയിട്ട് തോന്നുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് സൈൻ കൊടുത്തതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. പിന്നെ എന്ത് തന്നെ ആയാലും ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ള ഒരു ഉപദേശം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇറാന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് സീസ് ഫയർ നടപ്പിലാകുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇസ്രായേലിനെ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് അഡ്വാൻസ് ആയിട്ട്. ഇനി അത് തന്നെയാണോ ഈ ഹിസ്ബുള്ള ത്രൂ ഈ ഒരു റോക്കറ്റ് അറ്റാക്ക് ചെയ്തതെന്ന്, ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഈ തുരിതര കുറെ റോക്കറ്റുകൾ, മൾട്ടിപ്പിൾ റോക്കറ്റ്സ് ഫയർ ചെയ്തത് ഇത് ഹിസ്ബുള്ളയെ ഉദ്ദേശിച്ചാണോ ഇറാൻ പറയുന്നതെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ തുടരെ ഇറാനിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇസ്രായേലിനെ ടോട്ടലി എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ വരുന്നു, എവിടെ നിന്ന് വരുന്നു അറിയത്തില്ല. ഇത് പ്രാന്ത് പിടിച്ച കണക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇറാൻ മാധ്യമങ്ങൾ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ്. ഇത് ആര് പറഞ്ഞിട്ടാണ് വരുന്നത് നമുക്കറിയത്തില്ല. ഇവർക്ക് തലയ്ക്ക് പ്രാന്തായോ എന്നല്ല നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വാർത്തകളാണ്. ഇസ്രായേലിനെ എലിമിനേറ്റ് ചെയ്യണം, ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും എന്നുള്ള നിലയിലെ വാർത്തകൾ ഇങ്ങനെ അവരുടെ പത്രങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഡെയിലി വരുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ബൈഡൻ ഒരു ഹിപ്പോക്രസി ഈ സീസ് ഫയർ എഗ്രിമെന്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ തൽക്കാലം ഈ ഒരു ഹിസ്ബുള്ളയ്ക്ക് പകരം ലബനാനെ കൊണ്ടുവന്ന് ലബനാൻ സീസ് ഫയർ എന്ന് പറഞ്ഞിട്ട് അവിടെ നടപ്പാക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോൺസെപ്റ്റില് ഗാസ തനിച്ചു വിടപ്പെടും, അപ്പൊ ഹമാസ് ഒറ്റയ്ക്കാവും. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ചർച്ചകൾ കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നെതന്യാഹുവിന്റെ ഒരു തോട്ട് പ്രോസസ്, ഒരു ചിന്താഗതി. പക്ഷെ അത് ബൈഡൻ അതിനും ഒരു കാര്യം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സൗദിയിലേക്ക് എമർജൻസി ആയിട്ട് പോവുകയാണ്. US റെപ്രസെന്റേറ്റീവ് ഓൾറെഡി സൗദിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അവരവിടെ സംസാരിക്കാൻ പോകുന്നത് ഗാസയുടെ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് സൗദിയെ ഇടപെടുത്താനുള്ള ഒരു നീക്കം ബൈഡൻ അണിയറയിൽ ഒരുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹിപ്പോക്രസി എന്ന് പറയുന്നത്. കാരണം അതായത് ഒരു തലത്തിലും ഇസ്രായേലിനെ അനങ്ങാൻ വിടാത്ത രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് US പുറപ്പാട്. ഇത് അമിതമായ ട്രംപിന്റെ സൈഡിലുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണോ, അല്ലെങ്കിൽ ട്രംപ് എടുത്തു വെച്ചിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഒരു പ്രോ ഇസ്രയേലി സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിഗുരുതരമായ പ്രശ്നത്തിലോട്ട് പോകും എന്നുള്ള രീതിയിലാണോ എന്ന് അറിയത്തില്ല. ഇത് ഏത് രീതിയിലാണെങ്കിലും ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് USA തീരുമാനിച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു കളിയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലാണെങ്കിലും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്കിംഗ് പ്രോസസ്സിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അവരുടെ അറ്റാക്കിംഗ് മെത്തേഡിലൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ലബനാന്റെ ഡീപ്പ് ലബനാൻ ഇൻസൈഡ് വരെ ഇസ്രായേൽ ഗ്രൗണ്ട് ഫോഴ്സ് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഒരു ബിൽഡിങ്ങിന് മുന്നിൽ ഇസ്രായേലിന്റെ ഒരു വലിയ ഫ്ലാഗ് ആ ബിൽഡിങ്ങിൽ തൂക്കിയിട്ടിട്ട് അതിന്റെ മുന്നിൽ നിന്നാണ് ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹിസ്ബുള്ളയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്തെങ്കിലും പ്രസൻസ് ആ ഭാഗത്തുണ്ടെങ്കിൽ ഈ സംഭവം ഒരിക്കലും നടക്കത്തില്ല എന്നുള്ളതാണ്.
ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു വിക്ടറി ആയിട്ട് തന്നെയാണ് ഈ ഒരു ഫോട്ടോ ഇസ്രായേലിന്റെ ഉള്ളിൽ ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ ഈ സൗദി ഇടപെട്ട് കഴിഞ്ഞാൽ, പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും ഗാസയിലുള്ള നിയന്ത്രണം തീർച്ചയായിട്ടും ബന്ദികളെ വിട്ടുകിട്ടിയാൽ മാത്രമാണ് ഏതെങ്കിലും ഒരു നീക്കുപോക്കിന് തയ്യാറാവുള്ളൂ എന്നുള്ളതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഉറപ്പ് പാർലമെന്റിൽ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ലെബനാൻ സീസ് ഫയറിന് വേണ്ടിയിട്ട് പുള്ളി കൂടുതൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നത്, മിനിസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നത്. കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു കോർട്ടിലേക്ക് ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പുള്ളിയുടെ റിക്വസ്റ്റ് കോടതി നിരുപാധികം തള്ളുകയാണ് ചെയ്തത്. അതായത് ഒരു 15 days ഗ്രേസ് പീരീഡ് വേണം പുള്ളിയുടെ അതൊരു ഓൺ ക്രിമിനൽ കേസിന് എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇപ്പൊ ഒരു 8 ദിവസത്തെ ഗ്രേസ് പീരീഡ് കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം 2-ാം തീയതി ഡിസംബർ എന്നുള്ളതിന് പകരം 10-ാം തീയതി ഡിസംബറിൽ മൊഴി കൊടുത്താൽ മതി, ആ മൊഴി രേഖപ്പെടുത്തിയാൽ മതി എന്നാണ് കോടതിയുടെ തൽക്കാലം ഇപ്പൊ എമർജൻസി ആയിട്ട് എടുത്ത തീരുമാനത്തിൽ വന്ന ഒരു വാർത്തയാണിത്. ഇന്നലെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യയുടെ സൈഡിൽ ഒരു അപ്ഡേറ്റിൽ റഷ്യ ഒരു UK സിറ്റിസനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ജെയിംസ് സ്കോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ റഷ്യ ക്ലെയിം ചെയ്യുന്നത് ഒരുപാട് നാറ്റോ സംഘങ്ങളിലുള്ള ഒരുപാട് നാറ്റോ സംഘടനകളിലുള്ള രാജ്യങ്ങളുടെ ബറ്റാലിയൻസ് അഥവാ സോൾജേഴ്സ് ഇവരെല്ലാം ഉക്രൈനിൽ വന്ന് ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് ഉക്രൈന് വേണ്ടി പടപൊരുതും എന്നുള്ള ഒരു ക്ലെയിം ആണ് വെക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നാറ്റോ ഡയറക്ട്ലി ഇൻവോൾവിംഗ് ഇൻ ദ വാർ, റഷ്യ ഉക്രൈൻ വാർ, അതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പുള്ളി ലെജിറ്റിമസി ചെയ്യുകയാണ്. അതായത് പുടിൻ റഷ്യയുടെ ഭാഗത്ത് നോർത്ത് കൊറിയ അതുപോലത്തെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന് മറ്റേ സൈഡിൽ പറയുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. അതിന്റെ തെളിവായിട്ടാണ് പുടിൻ ഈ ഒരു UK സിറ്റിസനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് UK നിന്നും ഒരു ഫ്ലൈറ്റ് വന്ന് ഉക്രൈനിൽ നിന്നും 8 UK സോൾജേഴ്സിനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഇന്നത്തെ ഒരു വാർത്തയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഒരു നാറ്റോ ക്ലാഷിലേക്കാണ് ഇത് പോകുന്നത്. ജർമ്മനിയുടെ ചാൻസലർ സ്കോൾസ്, പുള്ളിക്ക് ഇനി ഒരു എക്സ്റ്റൻഷൻ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിക്കുന്നത്. അപ്പൊ അതില് ഈ ഒരു ജിയോ പൊളിറ്റിക്സിനും ഈ ഒരു റഷ്യ ഉക്രൈൻ വാർ ഇതിനെയൊക്കെ ചൊല്ലി പുള്ളി അവിടെ ഒരു പൊളിറ്റിക്കൽ ഗെയിം ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അറിയത്തില്ല, ഇന്ന് ജർമ്മനിയിൽ അവരുടെ റെയിൽവേ സ്റ്റേഷനുകൾ, അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളെല്ലാം അവർ പരിശോധിക്കുകയുണ്ടായി. എന്ത് പരിശോധനയാണ് നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബോംബ് ഷെൽട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ കേപ്പബിലിറ്റി ഉള്ളതാണോ, ഈ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷനെല്ലാം നമുക്ക് ബോംബ് ഷെൽട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള പരിശോധന, മോബ് ഡ്രില്ലിംഗ് ഒക്കെ അവിടെ ചെയ്ത് നോക്കുകയുണ്ടായി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ മുന്നിൽ ഇത് പ്രതിഷ്ഠിക്കുന്നത് റഷ്യയുമായിട്ട് ഒരു വാർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ടിലേക്ക് ജനങ്ങളെ ഒരു ഭീതിയിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഇമാതിരിയുള്ള ഈ റഷ്യയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ ഒരു വാറിന്, അതായത് ഒരു വേൾഡ് വാറിന്, അടുത്തൊരു വേൾഡ് വാറിന് കോപ്പ് കൂട്ടുന്ന പോലൊരു അവസ്ഥയിലേക്കാണ് ഇവർ പോകുന്നത്. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഇല്ല. ഈ ജർമ്മനിക്കായാലും ഈ ബാക്കിയുള്ള ഈ ഒരു നാറ്റോ രാജ്യങ്ങൾക്കായാലും ഇവർക്കൊന്നും ഈ ഒരു വാറുമായിട്ട് മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ലാത്ത കക്ഷികളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇതാണ് നടക്കുന്നത്. കാരണം ഇനി ഒരു മാസം കഴിഞ്ഞാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ നാറ്റോയെ നിരുപാധികം നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള ഫണ്ടിങ്ങോ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ നാറ്റോ തന്നെ പണ്ടത്തെ ജർമ്മനിയുടെ അട്രോസിറ്റിക്ക് എതിരായിട്ട് കൊണ്ടുവന്നതാണ് നാറ്റോ. അതിനെയാണ് പിന്നെ ഒരു പരിധി വരെ റഷ്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് യൂറോപ്പിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന ബൈഡൻ ഭരണകൂടത്തിനും ആ ഒരു ഡീപ് സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ ഡീപ് സ്റ്റേറ്റിനും ആ ബ്ലാക്ക് റോക്ക് സംഘടനകൾക്കല്ല ട്രംപിനെ ഇപ്പോൾ ഒരു പേടിയായിട്ടാണ് തോന്നുന്നത്. ട്രംപിന്റെ റൂൾ വന്നു കഴിയുമ്പം ഇവർ ചെയ്തു വെച്ച കോലാഹലങ്ങൾ, ഈ ട്രംപ് വന്നു കഴിയുമ്പം ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോപ്രായങ്ങൾക്കൊക്കെ എന്ത് രീതിയിലുള്ള ഒരു മറുപടി ആയിരിക്കും കിട്ടാൻ പോവുക, ഇല്ലെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അത് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വം തുടരുന്നതുകൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും തീർത്തു വെച്ചിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഈ ഒരു ഇസ്രയേൽ ഗാസ, ഇസ്രയേൽ ഹിസ്ബുള്ള, അതേപോലെ റഷ്യ ഉക്രൈൻ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ രീതിയിൽ സൈപ്രസ് നാറ്റോയിൽ ചേരാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമില്ല, തുർക്കിയാണ്. തുർക്കി സൈപ്രസിന്റെ പകുതി ഭാഗം ഓൾറെഡി കൈയടക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അവരിപ്പോഴും ഒട്ടോമൻ എംപററിന്റെ ഒരു സാമ്രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് പകുതി സൈപ്രസ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരിയ്ക്കുന്ന അതേ നാറ്റോ സംഘടനയിൽ ഇവരും കൂടെ മെമ്പർ ആവാമെന്നുള്ള രീതിയിൽ തുർക്കിക്ക് ഒരു ചെക്ക് വെക്കുന്ന രീതിയിലാണ് സൈപ്രസ് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം തുർക്കി നാറ്റോയിൽ അത്ര ആക്റ്റീവായ ഒരു മെമ്പറായിട്ട് അവരെ കാണിക്കുന്നില്ല, ഒരിക്കലും അവരെ പ്രൊജക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ ഇപ്പൊ ഈ ഹമാസിനെയൊക്കെ സംരക്ഷിക്കുന്നത് US നല്ല രീതിയിലുള്ള ഒരു വാണിംഗ്, അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. US നല്ല രീതിയിലുള്ള ഒരു താക്കീത് തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട്. നാറ്റോ മെമ്പർ ഇങ്ങനെ ഒരു തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമായി മാറാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തുർക്കിക്ക് ഒരു ഭാഗമാകും. അതായത് സൈപ്രസിനെ വെച്ചിട്ട് തുർക്കിയെ ഒരു കൗണ്ടർ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. സൈപ്രസ് അറിയാലോ, ഇപ്പോഴത്തെ സൈപ്രസിന് ഗ്രീസ് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. അപ്പൊ സൈപ്രസ് മീൻസ് ഗ്രീസ് അതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു
ഗ്രീസിന് നല്ല രീതിയിലുള്ള റോൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിലുപരിയായിട്ട് ഒരു കാര്യം പറയാനുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചെറിയ റിമാർക്സ് ആണ് അതിൽ വെച്ച് പോയത്. പക്ഷേ പാകിസ്ഥാന്റെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അവിടെ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു രീതിയിലല്ല ഉള്ളത്. നല്ല രീതിയിലുള്ള കൂട്ടലകളെയാണ്, അവിടെ കൂട്ടത്തല്ലാണ് നടക്കുന്നത്. ഞാൻ വീഡിയോ ഫുട്ടേജ് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പാകിസ്ഥാന്റെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇമ്രാൻഖാനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ജനങ്ങൾ കൂടുതലായിട്ടും ഇടുന്നുണ്ട്. ഇന്നലെ നടന്ന റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റാലി മണ്ണ് വാരിയിട്ട മണ്ണ് താഴെ വീഴൂല, ആ രീതിയിലുള്ള റാലിയാണ് ഇന്നലെ നടന്നത് പാകിസ്ഥാനിൽ. അതിലാണ് കൂട്ടത്തല് സംഭവിച്ചത്. ആ കൂട്ടത്തിൽ ഏതാണ്ട് 80 പേരാണ് പറയുന്നത്. 100-ന് മുകളിൽ ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും 80 പാകിസ്ഥാന്റെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം പറയുന്നത്. അപ്പൊ ഈ ഷിയ സുന്നി പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും ഗവൺമെന്റ് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അത് അവർ ലോക്കൽ പീപ്പിൾ ആണ്, ലോക്കലായിട്ട് തന്നെ അവർ സോൾവ് ചെയ്തോളും എന്നുള്ള രീതിയാണ്. ആ ഒരു നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. ഇപ്പൊ റോഡ് മൊത്തം മിലിറ്ററിയാണ് നിൽക്കുന്നത്. പട്ടാളക്കാർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയാണ്. കാരണം ഈ മുന്നിൽ നിൽക്കുന്നവൻ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ ബലൂചിസ്ഥാൻ തീവ്രവാദിയാണോ, അല്ലെങ്കിൽ ഇവൻ പാകിസ്ഥാൻ തെഹ്രീക്ക് താലിബാനാണോ, അല്ലെങ്കിൽ ഇമ്രാൻഖാൻ സപ്പോർട്ടറാണോ, പിന്നെ ചൈനീസ് വിരോധിയാണോ, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഖൈബർ പഖ്തൂൺ ഭാഗത്തുള്ള ആളാണോ, പാക് താലിബാനിൽപ്പെട്ട ആളാണോ, ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പാകിസ്ഥാന്റെ ആർമി പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പട്ടാള ഭരണത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഖൈബർ പഖ്തൂൺഖ്വ പകുതിയിൽ ആ ഭാഗത്ത്, അതായത് ഈ ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞ ആള് ഒരു പഷ്തൂൺ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അപ്പൊ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഭാഗത്താണ് ഈ ഖൈബർ പഖ്തൂൺ എന്ന് പറയുന്ന ഈ പെഷാവറെ തലസ്ഥാനമായിക്കൊണ്ട് ഈ ഖൈബർ പഖ്തൂൺ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ ഇമ്രാൻഖാനെ റിലീസ് ചെയ്ത് അയാളുടെ എലക്ഷൻ വാലിഡേറ്റ് ചെയ്ത് അയാളെ പ്രൈം മിനിസ്റ്റർ ആക്കണം എന്നുള്ള ഒരു നിർബന്ധമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയത്തില്ല. ശരിക്കും ഇതിൽ ഒരു രാജ്യമാണ് ഇതിനെ കണ്ട് ദുഃഖിച്ചിരിക്കുന്നത്, അത് വേറെ ആരുമല്ല, ചൈനയാണ്. ചൈനയുടെ കോടിക്കണക്കിന് പൈസ പാകിസ്ഥാനിൽ കിടന്ന് ഇഴയുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് കിടന്ന് ഇഴയാണ്. അവർക്ക് അവർ ഉദ്ദേശിച്ച പദ്ധതി വേറെ ഒരു സ്ഥലത്തെയും പോലെ അവിടെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു ദയനീയ അവസ്ഥ ചൈന ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവര് ഇത് ചേരേണ്ടതേ ചേരും, അല്ലാതെ പാകിസ്ഥാന്റെ അടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ഒരു നീതി ന്യായമൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചൈന ശരിക്കും പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ അത് സഹായിക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.